ശ്രീമതി KP സരസ്വതി അമ്മ റോയൽ ഇലക്ട്രിക്കൽസിൽ നിന്നും വാങ്ങിയ ഫ്രിഡ്ജ് ഒന്നിന് 8600 രൂപ കേശവ ഫൈനാൻസിയേഴ്സിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നു. ഈടായി പലിശയടക്കം 12600 രൂപയുടെ ചെക്ക് എനിക്ക് തന്നു. പക്ഷേ 1.5 വർഷം കഴിഞ്ഞിട്ടും KP സരസ്വതി അമ്മ പലിശ ഇനത്തിൽ വെറും 500 രൂപ മാത്രമേ തന്നതായി കണക്കിൽ കാണുന്നുള്ളൂ. അതെ, എന്നെ സരസു എന്ന് വിളിച്ചാ മതി. കാശ് കിട്ടാൻ ഒരാളെ പട്ടിന്ന് വിളിക്കാൻ പോലും കൊച്ചു കൊച്ചുവെള്ളക്ക് മടിയില്ല. പിന്നല്ലേ സരസു. സരസു ഇപ്പൊ കാശ് കയ്യിലുണ്ടോ? ഇല്ല, ഇപ്പൊ ഞാൻ മുതലാളിയോട് ഒരു പരാതി പറയാൻ വന്നതാ. പറയൂ പരാതി നീ സരസു. മുതലാളി കടന്ന കാശിന് ഞാനൊരു ഫ്രിഡ്ജ് വാങ്ങിയില്ലേ? അതെ, ആ കാശാണല്ലോ ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. പക്ഷേ ഇന്നലെ 4-5 പേര് വീട്ടിൽ കയറി വന്നു. മുതലാളിയുടെ ആൾക്കാരാന്ന് അവര് പറഞ്ഞേ. ഭർത്താവ് വേലക്കാരിയുടെ കൂടെ ഒളിച്ചോടി പോയ ശേഷം എനിക്ക് ആൺതുണി ഇല്ലാന്ന് മുതലാളിക്ക് അറിയാലോ. അവരെന്നെ ഭീഷണിപ്പെടുത്തി ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയി. അങ്ങനെ ഉണ്ടായോ സരസ്വതി? സരസു നീ പേടിക്കണ്ട. പുള്ളി ചോദിക്കുമ്പോ അതെ സാർ, പറ്റില്ല സാർ എന്നൊക്കെ തട്ടാ മതി. എടാ ഇയാളായിട്ട് നിങ്ങൾക്ക് എന്താ ഇടപാട്? ഡെയിലി കോട്ടയ്ക്കുള്ള കാശ് ഒപ്പിക്കണ്ടേ? ഈ കേശവ പിള്ളയുണ്ടല്ലോ, ഒരു ഫൈനാൻഷ്യറാ. കടം കൊടുത്ത പണം തിരിച്ചു മേടിക്കാൻ ഞങ്ങളൊന്ന് സഹായിക്കുന്നു. പക്ഷെ പ്രതിഫലം തരുന്ന കാര്യത്തിൽ അങ്ങേർക്ക് ഇച്ചിരി പിശുക്ക. അതിനു വേണ്ടി ചെറിയൊരു നാടകം. അപ്പോ എല്ലാം പറഞ്ഞ പോലെ അതൊക്കെ ചളവാക്കരുത്, എന്റെ കൂടെ പോരും. വാ. സാറേ, ഇവരെ എന്റെ ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയേ. ഓഹോ, ഇവരാണോ? ഇങ്ങോട്ട് മാറിക്ക്. ഈ ഇരിക്കുന്ന ശ്രീമതി KP സരസ്വതി അമ്മയുടെ സരസുവിന്റെ എന്തോ എടുത്തോണ്ട് പോയത് നിങ്ങളാണോ? എന്തോ അല്ല സാർ, ഫ്രിഡ്ജ്. അതെ, ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയത് നിങ്ങളാണോ? അതെ സാർ. അതെ. എങ്ങനെ കൊണ്ടുപോയി? പെട്ടി ഓട്ടോയിൽ കയറ്റി. ഓട്ടോയ്ക്ക് എത്ര വാടക കൊടുത്തു? 120. ചായക്കാശ് 900. അയ്യോ, അപ്പൊ എത്രയായി മൊത്തം? 1020 രൂപ. അപ്പൊ അതും അക്കൗണ്ടിൽ കയറി. ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയത്? കൊച്ചു കേശവപിള്ള സാറ്. അതാരാണ്? മുതലാളി. എന്നിട്ട് ഫ്രിഡ്ജ് എവിടെ വെച്ചു? മുതലാളിയുടെ സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്. എന്റെ പൊന്ന് സരസു, ഇപ്പൊ മനസ്സിലായില്ലേ ഫ്രിഡ്ജ് വന്ന വഴി? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? മുതലാളി ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വരണം. ഞാൻ വരാം. അപ്പൊ ചായക്കാശ് മുതലായി. അപ്പൊ ഫ്രിഡ്ജ് ഇവിടെ ഇരിക്കട്ടെ. എന്ന് ഞാൻ വരട്ടെ. ആയിക്കോട്ടെ. പലിശയില്ലെങ്കിലും മുതല് കൊള്ളാം. ഇതാരാണ് പുതിയൊരു അവതാരം? ഇതാണ് സാർ ഞങ്ങൾ പറഞ്ഞ. ഓ, നിങ്ങളുടെ ലീഡർ സുൽത്താൻ ശിവൻ. ഇരിക്കൂ. ഇത്തിരി കുഴൽപ്പണ ഇടപാടും ബ്ലേഡുമായിട്ടൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പാവ അപ്പാവിയാണ്. ഗതികേട് കൊണ്ടാണ് ഞാൻ നിങ്ങളെ പോലുള്ളവരുടെ ഹെൽപ്പിന് കൈ നീട്ടുന്നത്. കൂടുതൽ പ്രതിഫലം ചോദിച്ച് എന്നെ കുത്തുവാള എടുപ്പിക്കരുത്. ഏതായാലും സുൽത്താൻ ശിവൻ സാർ ഇടപെട്ടുകൊണ്ട് മാത്രം പ്രതിഫലത്തിൽ ഒരല്പം തുക കൂട്ടിത്തരാം. നമ്മൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവുകയാണെങ്കിൽ കുറച്ച് മുന്തിയ ഡീലിങ്സും ഞാൻ നിങ്ങൾക്ക് തരാം. ശിവൻ സാർ എപ്പോഴും ഇങ്ങോട്ട് വരണമെന്നില്ല. ഇവർക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാം. എന്നെ കുത്തുവാള എടുപ്പിക്കരുത്. മരുന്ന് വെക്കലും കെട്ടലും പിന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. മണിയൊന്ന് കേരള സാർ എഴുന്നേറ്റോ? ഞങ്ങൾ ഇന്നലെ ഒരുമിച്ചല്ലല്ലേ കിടന്നത്. അകത്ത് പോയി അന്വേഷിക്ക്. മകളും കാമുകനും കൂടി എന്തോ കശപശിയായി വന്നിട്ടുണ്ട്. അമ്മ പ്രസവത്തിന്റെ ഡോക്ടർ ആണെങ്കിലേ മകള് പ്രേമത്തിന്റെ ഡോക്ടർ ആവും. മണിയമ്മയുടെ മധുര 17 അല്ല ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ മധുര 17. അത് 1.5 വരും. മണിയമ്മക്കൊന്നും പിന്നെ 17 ഇല്ലല്ല, 16 ഉള്ളൂ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മണിയമ്മേ. എനിക്കൊരസൂയില്ല. എന്റെ മോളെ ഞാൻ നല്ല അച്ചടക്കത്തോടു കൂടി തന്നെ വളർത്തിയത്. അത് ശരിയാ. എനിക്കൊരു ലെറ്റർ തന്നേനി. 3 ദിവസമല്ല അവളെ മണിയമ്മ മുറി പൂട്ടിട്ടത്. അത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. പിന്നെ കല്യാണത്തിന് ശേഷം അവള് മതില് ചാടിന്നൊക്കെയാ പറയണത്. ഒടുവില് കുട്ടി വേറെ ആരുടെയൊന്നും പറഞ്ഞ് ആ തെണ്ടി തൂങ്ങി ചത്തു. അന്നേ ഞാൻ പറഞ്ഞതാ ഒരു DTS ടെസ്റ്റ് നടത്താൻ. അതിനു മുമ്പേ അവൻ ചത്തില്ലേ. എന്നിട്ട് മോളെവിടെ പോ? അവള് തന്തയില്ലാത്ത കുട്ടിയായിട്ട് സുഖായിട്ട് കഴിയണം. അയ്യോ, എന്നോട് വർത്താനം പറഞ്ഞ് നേരം പോയത് അറിഞ്ഞില്ല. ഒരുപാട് പണി കിടക്കുന്നു. മോളെ ഞാൻ അന്വേഷിച്ചേ പറഞ്ഞേ. പിന്നെ പറഞ്ഞേക്കാം. എന്റെ മോളായതുകൊണ്ട് പറയല്ല, അവക്കൊരെല്ലു കൂടുതലാ. റോഡിൽ കിടന്ന് തല്ലുകൊണ്ട് നാണം കെട്ടില്ലേ നീയെ? ഒരു കാര്യം ചോദിച്ചോട്ടെ ആന്റി, ഞാൻ ഇവളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആന്റിക്ക് വല്ല നിർബന്ധമുണ്ടോ? എനിക്കൊരു നിർബന്ധവും ഇല്ല. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായത്. നീ അവിടെ ഇരിക്കടാ. ഓഹോ, ഒരു ഭർത്താവിന്റെ ഗതികേടേ. രാവിലെ എഴുന്നേറ്റ മനുഷ്യനൊരു കട്ടൻ ചായ പോലും കിട്ടിയാലെന്ന് വെച്ചാ. ഇപ്പം മണി 11 ആയി. ഞാൻ എപ്പോ എഴുന്നേക്കണോ അപ്പാണ് എന്റെ പ്രഭാതം.
രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറക്കുമ്പോഴേ നല്ലൊരു കാഴ്ച കണ്ടാൽ ഒരു സുഖം ഉണ്ടാവും. അവിടെയാണ്ടേ ഒരുത്തി മുഖം മേർപ്പിച്ച് കിടക്കുന്നു, ഇവിടെയാണ്ട് ഫസ്റ്റ് എയ്ഡ്. എന്താടാ ഉണ്ടായത്? അത് പറഞ്ഞു കൊടുക്ക്. അല്ല ഞാൻ പറയടാ. നിഷി ഡിസ്റ്റർബ് ചെയ്യാതെ. ശിവനെ ഞാൻ ക്ലാസ് റൂമിലും ലാബിലും ഒക്കെ നോക്കി. ഇവിടെ വന്നിരിക്കുവായിരുന്നോ? ഞാൻ ബുക്ക് വായിച്ചു കേട്ടോ. ഞാൻ പോട്ടെ. ബൈ. നിഷി അതോട് വെക്കാനാ പറഞ്ഞേ. നിന്റെ സ്വന്തം കൂട്ടുകാർ ഒരു പുസ്തകം തന്നാ അതിൽ എന്തെങ്കിലും ഒരു കുട്ടൻസ് ഉണ്ടാവും. എടി അതിലൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞ, പഠിക്കുള്ളൂ. കീറല്ലേ? ഓ, ഇത്രയുള്ള സംഭവം. സംഭവം ഇത്രയേ ഉള്ളൂ. പക്ഷെ അവള് കേണൽ സാറിന്റെ മോളാണല്ലോ. ഒരു യുദ്ധത്തിന് തയ്യാറെടുത്താ വന്നിരിക്കുന്നത്. അതിന് നിന്നെ പറഞ്ഞാൽ മതി. ഇവർക്ക് ഇങ്ങനെ അമിത സ്വാതന്ത്ര്യം കൊടുത്ത് കയറൂരി വിടരുതെന്ന് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അയ്യോ. ആന്റി, നിഷിയോട് അങ്കിളുടെ ചൂടൊന്ന് തണുപ്പിക്കാൻ പറ. എടാ മോനെ ശിവ, ഒന്നിങ്ങ് വന്നടാ. മോളെ ഐസ് വേഗം വേട്. മക്കളുടെ പ്രേമത്തെ സപ്പോർട്ട് ചെയ്യാൻ അമ്മയല്ലാതെ വേറെ ആരാ ഉണ്ടാകുക? മോനെ ശിവ, ശരിക്കും എന്താടാ ഉണ്ടായ? എടി എന്താ ഉണ്ടായ ഒന്ന് പറ. മമ്മിക്ക് ഒരാൾ ലവ് ലെറ്റർ കൊടുത്താ പപ്പ സഹിക്കോ? പണ്ടായിരുന്നെങ്കിൽ സഹിക്കില്ല. ഇപ്പോ നിങ്ങളുടെ കാര്യത്തിനൊരു തീരുമാനമായ സ്ഥിതിക്ക് ഇനി പപ്പയ്ക്ക് ഒരൊറ്റ ആഗ്രഹമേ ബാക്കിയുള്ളൂ. ഇവളെ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ പറഞ്ഞയച്ചിട്ട് എനിക്കൊന്ന് ഫ്രീ ആകും. എടി അതിന് ഞാൻ തമാശ പറഞ്ഞല്ലേ. പപ്പ ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഗായക നീ മീട്ടുമെൻ. അല്ല, ഇതൊരു കവിതയല്ലേ? പ്രേമലേഖനം കവിതാ രൂപത്തിൽ എഴുതാലോ. കവിതയാണോ പ്രേമലേഖനമാണോ തർക്കം? ഞാൻ തീർത്തു തരാം. അയ്യോ, സാർ എത്തിയായിരുന്നു. ഇരിക്കടാ. ഇതിൽ കവയത്രി ഉദ്ദേശിച്ച ശിവൻ ഗായകനാണോ? അതെ, ഈ നീനി ശിവനും പണ്ട് കുറെ യുഗ്മഗാനം പാടിയിട്ടുള്ളതാ. അപ്പോൾ വൃത്തമൊത്തു. ഗായിക നീ മീട്ടുമെൻ ഗാത്രവീണയിൽ പൂത്തിടും. സാറിന് നാനാർത്ഥം മനസ്സിലായോ? നാനാർത്ഥം മനസ്സിലായി, പക്ഷേ ഈ ഗാത്രവീണ പിടിയിട്ടില്ല സാറേ. ഗാത്രം എന്നാൽ ശരീരം, ഗാത്രവീണ എന്നാൽ ശരീരമാകുന്ന വീണ. അവൾ ശരീരമാകുന്ന വീണയിൽ അവന്റെ വിരലുകൾ മീട്ടിയപ്പോൾ ഗാത്രം പൂത്തു. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവന്റെ കൈകൾ കൊണ്ട് അവൾ എക്കിളി കൂട്ടിയപ്പോൾ അവൾക്ക് രോമാഞ്ചം ഉണ്ടായി. ഇത് പ്രേമലേഖനൊന്നുമല്ല, അതിനേക്കാൾ കടുപ്പമുള്ള സാധനോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ പപ്പ ഇതൊരു ലവ് ലെറ്റർ ആണെന്ന്. എടി മണ്ടി, ഈ വിവരദോഷി പറയണ കേട്ട് നീ അത് വിശ്വസിച്ചല്ലോ. അല്ല, ഇരിക്കടാ. കുറച്ചേരം കൂടി ഇരിക്കണ സാറേ. ഓ, നിന്നെ പോലെ ഒരു മണ്ടി. അതാ ഞാൻ മണ്ടിയാ. എനിക്ക് നിങ്ങൾ ആരും ഇഷ്ടമല്ല. പപ്പയും മമ്മിയും ശിവനെയും ആരും ഇഷ്ടമല്ല. ചെല്ലടാ, ചെന്ന് സമാധാനിപ്പിക്ക്. ഈ ഡോക്ടറും ഇങ്ങനെയായിരുന്നു. അവസാനം ഞാൻ കീഴടങ്ങും. അല്ലടി? ചെല്ലടാ അങ്ങോട്ട്. സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. സാർ അവസാനമായിട്ട് കീഴടങ്ങി എന്നായിരുന്നു? ഹായ് ശിവ. ഇന്നലെ എന്താ ഉണ്ടായേ? നിഷിത വീണോന്നോ? ശിവനെ ആളുകള് എന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ല, ഒന്ന് വീണതാ. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഞാനൊരു കവിത വെച്ചായിരുന്നു, വായിച്ചോ? ഒരു പൊട്ട കവിത. വെറുതെ ഇരുന്നപ്പോ ഒരു തമാശക്ക്. എങ്ങനെയുണ്ട്? അസലായിരുന്നു. അതെ, ഇനി ഇതേപോലുള്ള കവിതകൾ വെക്കുമ്പോ ഒന്ന് പറഞ്ഞിട്ട് വെക്കണം കേട്ടോ. അതെന്റെ ആരോഗ്യത്തിന് നല്ലത്. The thyroid is an endocrine gland situated in the lower part of the front and sides of the neck. Yes? What do you want? Sorry ma'am, ഇന്നത്തെ ബർത്ത്ഡേയാ. Many happy returns of the day. താങ്ക് യു മാം. മാം, ശിവരാജിനെ ഒന്ന് വിളിക്കൂ. Shivraj, you're wanted. Don't get upset.
sit. വാ. എന്താ എന്തു പറ്റി? പേടിക്കാനൊന്നുമില്ല. നിഷയ്ക്ക് ചെറിയൊരു ആക്സിഡന്റ്. ആക്സിഡന്റോ? എന്നിട്ട് അവളവിടെ? വാ. Come on. ഡി, എങ്ങനെയുണ്ട് ഡേ? ഇപ്പൊ മനസ്സിലായില്ലേ ഈ ജാനറ്റ് റോസ് ആരാണെന്ന്? ഇവക്ക് എന്താ പറ്റി? ആക്സിഡന്റോ? അവള് പറഞ്ഞത് സത്യ. ഒരു ബോണ്ട എന്റെ തൊണ്ടയിൽ കുടുങ്ങി. മിണ്ടാനും പറ്റുന്നില്ല, വിഴുങ്ങാനും പറ്റുന്നില്ല. പിന്നെ ഞാൻ ജാനറ്റിനോട് പറഞ്ഞു ശിവനെ വിളിക്കാൻ. ഓഹോ, അല്ല ഈ മിണ്ടാൻ പറ്റാത്ത നീ എങ്ങനെ ശിവനെ വിളിക്കാൻ പറഞ്ഞേ? ക്ലീൻ ബൗൾ, അതും ചീറ്റി. ഞാൻ പോവാ. രഞ്ജിനി മാഡത്തിന്റെ ക്ലാസ് മിസ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ശിവ, 2 ബോണ്ട നീ ഒരുമിച്ച് വിഴിയിക്കും. നിന്റെ സൂക്കേട് താനെ മാറിക്കോളും കേട്ടാ. ശിവനെ നോക്കി നടക്കായിരുന്നു ഞാൻ. അപ്പഴേ ക്യാൻറ്റീനിലുണ്ടെന്ന് ദിവ്യ പറഞ്ഞേ. ഞാനൊരു കവിത തന്നോട്ടെ? അല്ല അതിപ്പോ ഇപ്പൊ തന്നെ വേണോ? സൗകര്യമായിട്ട് പിന്നീട് എപ്പോഴെങ്കിലും പോരെ? ശിവനല്ലേ പറഞ്ഞത് ഇനി കവിത തരുമ്പോ പറഞ്ഞിട്ട് തരണോന്ന്? ഇവനിതൊന്നും വായിച്ചാ മനസ്സിലാവില്ല. ഞങ്ങളുടെ സുന്ദര ചേട്ടൻ വായിച്ചിട്ട് മറുപടി എന്നാ പോരെ? പോരെ ശിവ? ഇപ്പൊ മോളിച്ചല്ലേ ശിവ? നിന്റെ ആന്റിയെ പോലെ ഒരു പാവത്തിനെ ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേ ആണെന്നും പറഞ്ഞ് ഞാനൊരു ചോക്ലേറ്റ് കൊടുത്തു. ശിവനെ ചാടിക്കാൻ വേണ്ടി പോയപ്പോ ഇന്നും കൊടുത്തൊരു ബർത്ത്ഡേ ഗിഫ്റ്റ്. അപ്പോ മെനി മെനി ഹാപ്പി റിട്ടേൺസ്. അതിനെ കയറിക്കുള്ളൂ. എന്താ ഇയാള് പോകുന്നില്ലേ? ഒരു കിതപ്പ്, ലേശം വിശ്രമിച്ചിട്ട് പോകാം. എന്താ അവര് പറഞ്ഞത്? ഒന്നുമില്ല. അവരിവിടുത്തെ വനിതാ സയ്യാ. ആള് മഹാപെശക. കിട്ടിയേ? ഒന്നുമില്ല, ഒരു പാവ സ്ത്രീ. അവർക്ക് ഇത് ശരീരം ഉണ്ടായിപ്പോ തെറ്റാണോ? ഹായ് സുൽത്താൻ. നാളായടാ നിന്നെ ഒന്ന് കണ്ടിട്ട്. നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോടാ. ഇവനിപ്പം ഷുഗറിന്റെ അസുഖം കൂടുതലാണല്ലോ. സോറി സിസ്റ്റർ, ഐ ആം സുജിത് കുമാർ. എന്റെ പേര് സണ്ണി കുര്യൻ. ഐ ആം നൗഫൽ. സുൽത്താനോ? അങ്ങനെ ഒരു പേരുണ്ടോ? ഞങ്ങൾ ഒന്നിച്ച് +2 പഠിക്കുന്ന കാലത്ത് ഇവനായിരുന്നു അവിടുത്തെ പ്രണയകുമാരൻ. ഗൾഫുകാരൻ കുഞ്ഞാപ്പൂന്റെ മകൾ റംല ബീഗം ചോക്ലേറ്റുമായി ഇവന്റെ പുറകെ നടക്കാൻ തുടങ്ങിയപ്പോഴാ ശിവന് ഞങ്ങൾ സുൽത്താൻ എന്ന് പേരിട്ടത്. ഇവനും റംലയും നല്ല മാച്ച് ആയിരുന്നു. +1 പഠിക്കുമ്പോ തന്നെ അവക്കൊരു അമ്മൂമ്മയുടെ സെറ്റപ്പായിരുന്നു. എന്താണ് ഇത്? എന്തുപറ്റി? ഏത് റെസ്റ്റോറന്റിൽ പോയാലും ഇവരിത് പതിവാ. ഭക്ഷണം വരുമ്പോഴേക്കും മുങ്ങാളെ വകുപ്പ് സ്ഥലത്തെത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ ഡോൾഫിൻ ഓഫിലെന്നാ ഞങ്ങൾ അവനെ വിളിക്കുക. ഡോൾഫിനെ പോലെ ഒന്ന് ചാടും പിന്നെ മുങ്ങും. ആഹാ, ഈ ഹാൻഡ് ബാഗ് കൊള്ളാലോ. ബ്യൂട്ടിഫുൾ. റിയലി? മമ്മി ബാംഗ്ലൂരിൽ ഒരു സെമിനാറിന് പോയപ്പോ വാങ്ങിയതാ. ഹായ്, ബ്യൂട്ടിഫുൾ പേഴ്സ്. നോക്ക്, ശിവനെ പോലെയല്ല, വിവേകിന് സൗന്ദര്യം പോകുന്നുണ്ട്. വണ്ടർഫുൾ മണി. Keep the change. Thank you, sir. The beautiful purse, beautiful bag. രണ്ടും സേഫ്. എങ്ങനെയുണ്ട്? ഇതാണ് ഇവന്റെ സൗന്ദര്യബോധം. സമ്മതിച്ചിരിക്കുന്നു. ഐ ആം ഓൾ റൈറ്റ്. എങ്ങനെയായാലും ബില്ല് ഞാൻ പേ ചെയ്യാനിരുന്നതാ. പക്ഷെ വിവേക് പണിയൊപ്പിച്ച രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. കുടിക്കാൻ ഇങ്ങനെ ഇഷ്ടമില്ലാത്തൊരു മനുഷ്യൻ കുട്ടികളെ കഷായം കുടിപ്പിക്കുന്ന പോലല്ലേ ഞാൻ ഈ 1 രൂപ അങ്ങനെ ഒഴിച്ചു കൊടുത്തത്. എടാ ശിവ, ഒരു തുള്ളിരിക്കി ക്യാൻസർ തന്നില്ല. ഞാൻ ഈ കാലിക്കുപ്പി മണപ്പിച്ചിരിക്കാൻ തുടങ്ങട്ടെ 1 മണിക്കൂറായി. നീ വണ്ടി എടുക്ക്. നിന്റെ ഹോസ്റ്റലിലെ മൈക്കിൾ ജാക്സന്മാര് ഒരു സ്മോളിലേക്ക് തരാതിരിക്കില്ല. സ്വീറ്റ് ബോയ്സ്. അങ്ങനെ എണ്ണീക്കുമ്പോ നിന്നെ കണ്ടില്ലെങ്കിൽ നാളെ പണി പോകും. പറഞ്ഞേക്കാം. ഉണരാനോ? ഇനി നാളെ ഉച്ചക്ക് നോക്കിയാൽ മതി. ഇത് ഉറക്കമല്ല, ഒരു താൽക്കാലികമായ മരണം. ഉച്ചക്കല്ലടാ, 11 മണി. ചാടിക്കോ ചാടിക്കോ.
ചാടിക്കോ. ഇതാണല്ലേ പറഞ്ഞത്. ചാടാ, ചാടാ. അങ്ങനെ തന്നെ. ചാട്. ചാടങ്ങോട്ട്. ശരിക്കും ചാടാ. അങ്ങനെ എന്താടാ ഈ വക അഭ്യാസമൊന്നും ഇവിടെ പറ്റില്ല. എന്റെ കണ്ണൊന്ന് തെറ്റിയാ മതി, അപ്പൊ തുടങ്ങും. അനീതി, അക്രമം, അമിത മദ്യപാനം ഇതൊന്നും ഞാൻ വെച്ചു ഉറപ്പിക്കൂല. പോട്ടെ മക്കളെ, നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ പോയട്ടെ. ഇവര് ക്ലാസ്സിൽ പോയാ എങ്ങനെയാ ശരിയാവുക? കാളിപൂജ മുടക്കാൻ പറ്റുമോ? അതെ അതെ, പറ്റുമോ? കാളിപൂജ മുടക്കണ്ട, കാളി പാളിയെ കൊള്ളൂ. അപ്പൊ പിന്നെ ആര് തുള്ളും? ആര് തുള്ളും? ഓം കാളി വിട്ട കളി, ഓം കാളി വിട്ട കളി. അങ്ങനെ അച്ചാറില്ലേ? ഇന്നല്ലോ സുന്ദര. ഇല്ലെങ്കിൽ വേണ്ട. നിന്റെ അച്ഛന്റെ പേരെന്താ? ഭാസ്കരൻ. ആ, അദ്ദേഹം എന്ത് ചെയ്യുന്നു? മരിച്ചുപോയി. ഒരിക്കലുമില്ല, അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. അല്ല, 5-6 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് മരിച്ചുപോയി. ആക്സിഡന്റിൽ ഭാസ്കരൻ എന്ന ആൾ മരിച്ചു എന്നൊരു സത്യം. പക്ഷെ അത് നിന്റെ അച്ഛനാണെന്നുള്ളത് അസത്യം. ആദ്യം നിന്റെ അമ്മ ഭാസ്കരനെ വഞ്ചിച്ചു, പിന്നെ ഭാസ്കരൻ നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് നിന്നെ വഞ്ചിച്ചു. അതിനുള്ള ശിക്ഷ കാളിയമ്മ തരും. നിന്റെ അച്ഛൻ ഇപ്പോഴും ആ ചെത്തുകാരൻ ദാമോദരൻ തന്നെയാണോടാ? ശിവ, എന്താടാ ആ സുബോധോടെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുക? നമ്മുടെ സുന്ദര എണ്ണ അവിടെ പെട്ടിട്ടുണ്ട്. വാ. സ്വന്തം അച്ഛനെ മാറ്റുന്നോടാ? അച്ഛനെ മാറ്റി പറയുന്നോടാ? നിങ്ങളുടെ ആ പഴയ ഹിറ്റ് ഗാനം കേൾക്കണമെന്ന് ഇവിടെ പലർക്കും ആഗ്രഹമുണ്ട്. പ്ലീസ് നീന, ഒന്ന് സമ്മതിക്കേ. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഞാനും ശിവനും കൂടി ഒരു സ്റ്റേജിൽ പാടാൻ നിഷ് സമ്മതിക്കില്ല, എനിക്ക് ഉറപ്പാ. ഓ, അപ്പൊ അവളാണല്ലേ പ്രശ്നം. രജത്ത് എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. നീനേ ശിവനും ഒരേ സ്റ്റേജിൽ, അത് ശരിയാവില്ല. നമ്പർ ഒന്ന് മാറ്റിയാലോ? ഞാൻ ആലോചിക്കുകയായിരുന്നു, എത്ര ഭാഗ്യം ചെയ്തവരാ നിങ്ങൾ. ഇത്രയും സ്നേഹമുള്ള ഒരാളെ കിട്ടുമെന്ന് വെച്ചാ ശിവ സുഹൃതം ചെയ്യണം. അതുപോലെ ശിവൻ പറയുക, നിഷി സമ്മതിക്കാതെ ഒരു വരി പോലും മൂടില്ലാന്ന്. സ്നേഹത്തിന്റെ വില എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇതെന്താ ഒരു റിയാക്ഷനും ഇല്ലാത്ത കെമിക്കൽ പോലെ ഇരിക്കുന്നത്? ഭാഗ്യമില്ലാത്തത് ഇവിടുത്തെ കുട്ടികൾക്കാ. അവരുടെ രണ്ടുപേരുടെയും ഗാനം കേൾക്കാൻ ഇവർക്ക് വിധി ഉണ്ടാവില്ല. ഇത്രയൊക്കെ ആയിട്ടും നിഷിയുടെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. എത്രയൊക്കെ ആയിട്ടും രജത്തെ ഒന്ന് വിട്ടുവിടി, എന്റെ കയ്യിൽ ആസിഡോ. ഈ കോളേജിന്റെ ഫൈനാൻസ് സെക്രട്ടറി എന്ന നിലയിൽ വളരെ അഭിമാനത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ ക്യാമ്പസിലെ പല ഗായകരുടെയും അവരുടെ ശിങ്കിടികളുടെയും പിറകെ ഞാൻ നടന്നു. പക്ഷേ തോറ്റു പിന്മാറാൻ ഞാൻ തയ്യാറല്ലാത്തതിനാൽ യുവതി യുവാക്കളുടെ രോമാഞ്ചമായ പ്രേംരാജും അനുരാധയും ചേർന്ന് ഒരുക്കുന്ന ഒരു അടിപൊളി ഗാനമേള ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. എന്താ കാര്യം? ചേട്ടാ, കുറച്ച് കള്ളു തരുമോ? പിന്നെന്താ? എടി നിഷി, നീ എന്താ കാണിക്കുന്നേ? അല്ല മോളെ, ഗ്ലാസ് ഒന്നും ഇല്ലല്ലോ. അതിനെന്താ എന്റെ കയ്യിലേക്ക് ഒഴിച്ചേ? എടി എടി, വീട്ടിൽ അച്ഛനും അമ്മ ഉണ്ടെന്ന്. അവർക്ക് വേണോ? ഉണ്ടോ ചേട്ടാ? അച്ഛനമ്മയ്ക്ക് അങ്ങ് ഷാപ്പില്. ഇതോളി ടീനേജ് ഡീൽസ്. ആരാടത്? നല്ല അസല കള്ള്. എത്രയേട്ടാ കാശ്? നോ 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 നോ. കാശ് വേണ്ടേ?
കുട്ടിയെപ്പോലുള്ള ഒരു സുന്ദരിക്ക് ഈ കൈ കൊണ്ട് ഇത്ര കള്ളൊഴിച്ചിടാൻ കഴിഞ്ഞത് ജന്മം സഫലമായി. ഇപ്പോഴാണ് കുട്ടി ഞാനൊരു യഥാർത്ഥ ചെത്തുകാരനായി. എടി ഞാൻ ഡ്രൈവ് ചെയ്യാം. എത്ര ഫീറ്റ് ആയാലും എനിക്ക് നല്ല കൺട്രോളാ. എടി നീ എന്റെ വീട്ടിലേക്കാ പോണേ. ഞാനും അങ്ങോട്ടേക്ക് തന്നെയാ പോകുന്നത്. നീ വരുന്നോ?